നിന്റെ കൂടെയുള്ള 4 EMS-ഉം 4 കാക്കിയും കണ്ട ചന്ദ്രന്റെ മുട്ട് പറയ്ക്കാൻ വിചാരിച്ചാ നീ? ചന്ദ്ര അളി എന്താ ഇവിടെ എന്താ കത്തിയൊക്കെ ഇട്ടിട്ടേ ഹലോ ഹലോ ഇത് ഒണിക്സ് അല്ലേ ഇത്? ഇപ്പോ നമ്മൾ നടപടി എടുത്തത് ഇതല്ല, മറ്റേ ഞാൻ ചന്ദ്രനാ, ഇത് ഒണിക്സ് അല്ലേ? മറ്റേത് കേസ് ഹലോ ഒണിക്സേ, നമുക്ക് സംസാരിക്കാം. ഒണിക്സ് ഇപ്പം ഞാൻ 2 കാര്യം ഒണിക്സിന്റെ അടുത്ത് പറയാം. അതായത് ഇപ്പം എന്റെ കയ്യില് ഇതുണ്ട്, കത്തിയുണ്ട്, അവന്റെ കയ്യിൽ തോക്കുണ്ട്. നീ ഇപ്പൊ റേഡിയോക്ക് വേണ്ടി കൈ പൊക്കി കഴിഞ്ഞാൽ നിന്റെ കൈനെ അടിച്ചു ഓടിക്കും, നിന്നെ ചവിട്ടി കൊല്ലൂടായിട്ട്. നീ ഇപ്പൊ മര്യാദക്ക് നമ്മുടെ കൂടെ വരെ ഓടിക്കഴിഞ്ഞാൽ നിന്നെ അടിച്ചു കൊല്ലൂടായിട്ട്. ഒരു രക്ഷയില്ല, മര്യാദ കൈ പൊക്കോ. ഓൺ ഡ്യൂട്ടി ഒന്നുമില്ല, കൈ പൊക്കടാ. മെല്ലെ അങ്ങ് പൊക്കിക്കോ, മെല്ലെ പൊക്കിക്കോ. ഏബലെ കണ്ണറാ നീ റെഡി ഓഫ് ചെയ്തോ, നൈസായിട്ട് റെഡി ഓഫ് ചെയ്തോ. വേറെ എന്തേലും നമ്മൾ അറിയാതെ ചെയ്താ ഇനി ഇതാണ് കത്തി എന്റെ ഇരിക്കണേ. ഇനി ഏവലെ കണ്ണ് കത്തിക്കോ. ഇനി എന്റെ കൂടെ മിണ്ടാതെ സംസാരിക്കില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് മീറ്റപ്പിന് പോകാൻ ജോണിയാ വാ, ജോണിയാ തുറന്നേ. കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. മോട്ടിച്ച വണ്ടിയാണ് ഇത്. നടയടാ അകത്തോട്ട് കയറ, അകത്തോട്ട്. ഹലോ ഹലോ ഇവിടെ ഒരാള് ഇങ്ങോട്ടോ വാ, നിന്നെ കാണാവോ? ഇവിടെ നീ ലൊക്കേഷൻ കൊടുക്ക. ഈ ലൊക്കേഷൻ ഒരു മനുഷ്യൻ വരത്തില്ല ഈ ലൊക്കേഷനിൽ. ഓക്കെ, നീ ഇത് വന്നറിഞ്ഞ നിന്റെ ജീവനിൽ ഭയലതാണ് അർത്ഥം. കൊന്നോളെ നിന്നെ. നീ എന്താ വിചാരിച്ച്? നിന്റെ കൂടെയുള്ള 4 EMS-ഉം 4 കാക്കിയും കണ്ട ചന്ദ്രന്റെ മുട്ട് പറയ്ക്കാൻ വിചാരിച്ചാ നീ? ചന്ദ്രൻ കൊറേ ആയി കേട്ടാ. ചന്ദ്രൻ ഈ പണി തുടങ്ങിയിട്ട് കൊറേ ആയേ. നീ എന്തോ പറയും? നാളെ പോയിട്ട് നീ എന്നാ പറയും? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണ്ട. ഈ കത്തിയുടെ മണി ടർഫറെ വന്നേ. ഇപ്പൊ തിരിച്ചു വരുവാ. അണ്ണൂടാ ഞാൻ മുറുക്കിലുണ്ട്. ഇപ്പൊ വരാണ്. നീ ബാഡ് ആവും കേട്ടാ. ചോരയുണ്ട് അകത്തൊക്കെ കത്തിയും ബോസണ്ണനാണ് ഇവിടെ നിൽക്കുന്നത്. പറഞ്ഞൊന്നും വേണ്ട. ഇത് ലാസ്റ്റ് ടൈമാ. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞേക്കാം. ഒരു സെക്കൻഡ് വെയിറ്റ്. എനിക്കൊന്ന് ഫോൺ തരാമോ? അവസാനമായിട്ട് വിളിക്കാൻ. വേണ്ട, ആരും വിളിക്കണ്ട. എന്റെ ഗേൾഫ്രണ്ട് വിളിക്കാൻ. പേരെന്താണ്? നമ്പറുണ്ടോ? നീ ഒന്ന് ഓഫ് ഡ്യൂട്ടി എടുത്തേ. ഓഫ് ഡ്യൂട്ടി ഇടറാ. അതെങ്ങനെയാന്ന് നിനക്ക് അറിയത്തില്ലേ? ചെയ്യത് അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ കൊടൽമാലേ 8 നുറുങ്ങും. വെളിയിലിരിക്കും. ഉള്ള കാര്യമാണ്. അത് ഹോസ്പിറ്റലാ സാറേ, എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ പറ്റൂല സാറേ, അതുകൊണ്ടാ. സാക്ഷി പറയുവാ. സാക്ഷി പറയുവാ. നീ നാളെ സാക്ഷി പറയുവാ. എന്താ നാളെ നീ സാക്ഷി പറയോ ഇല്ലയോ? ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്താ പറയണ്ട? നിങ്ങൾ പറഞ്ഞ അതേപോലെ ചെയ്യാം. അതുപോലെ ചെയ്യും. അപ്പൊ നമ്മള് നിന്നെ ഇവിടെ നിന്ന് വിടും. നിന്നെ നമ്മൾ ഇവിടെ നാളെ വിടും. നീ നാളെ പോയിട്ട് എല്ലാം ഇതാക്കാന്ന് പറഞ്ഞിട്ട് നാളെ പോയിട്ട് നീ കവത്തും അല്ലേ? അങ്ങനെ ചെയ്യുന്ന ചന്ദ്രൻ തോന്നുന്നുണ്ട്. സത്യം ചന്ദ്ര, ഒരു ഒന്ന് ഫൈനിഷ് ചെയ്യട്ടെ. ഞാൻ അവിടെ കാശ് വേണ്ട എന്ന് പറയുമ്പോ അപ്പൊ കാശ് എന്ന് കേൾക്കുമ്പോ ചന്ദ്രൻ കൊന്നത് എനിക്ക് സത്യം ബാഡ് ആയി പോയി. ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. കാശ് അല്ല, നീ അത് കാശെന്ന് മാത്രമേ പറഞ്ഞേ. കാശാണോ ജീവനാണോ വലുതെന്ന് വെച്ചപ്പോ നീ എടുത്ത വയല് കാശോ നീ ഒരു നീട്ടല് പോലും ഇല്ലായിരുന്നു. അതും എനിക്ക് 100% എനിക്ക് ഉറപ്പായിരുന്നു നീ കാശെന്ന് തന്നെയാ നീ പറഞ്ഞത്. ചന്ദ്ര, ഞാൻ അതൊക്കെ നീട്ടേണ്ട ആവശ്യമില്ല ചന്ദ്ര. എന്ന് വെച്ചാല് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എക്സാമിൽ നിന്നൊക്കെ പൈസ ഇട്ടുണ്ട്. പിന്നെ എന്തിനാ എനിക്ക്? പിന്നെ ഞാനൊരു
ഒരു ഫൺ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ അത് ചന്ദ്രൻ ആ ടോക്കിൽ തന്നെ മനസ്സിലാവും, ആ ടോണിൽ തന്നെ മനസ്സിലാവും. ഞാൻ അത് അത്ര വലിയ കാര്യമായിട്ടോ ഇതാക്കിയിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. അത് പോട്ടെ, അത് കഴിഞ്ഞ് വേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് എന്ത് കാശോ എന്ന് പറയുമ്പോ 40 പേടിച്ചു വന്നു. ഞാൻ പിന്നെ എന്തായിട്ടാണ് ഇനി കഴിഞ്ഞപ്പോ അവിടെ എത്തി. എന്താണ് നെക്സ്റ്റ്? ഇനി എന്താണ് നീ എന്താ അവിടെ വെച്ചിട്ട് പറഞ്ഞേ? നിന്റെ കൂട്ടുകാരനില്ല, അവന്റെ പേരെന്താ? ആ റെഡിറ്റ് ഉണ്ടെന്ന് അവന്റെ പേരെന്താ? ബ്ലൈഡ് ഷാജി. അവന്റെ അടിനാഭി ചവിട്ടി കലക്ക് ഞാൻ. പിന്നെ അവനെ വെറുതെ വിട്ടതാ. അവന് ഞാൻ നേരിട്ട് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനങ്ങ് ചൊറിയായിരുന്നല്ലോ എന്നെ അങ്ങ്. എന്താ സാറിന് തീർത്താലേ നിനക്ക് ഓർമ്മയില്ല. ഇപ്പൊ നീ എന്ത് അവന്റെ പേര് ഇറ്റാച്ചി എന്നാ? എന്ത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ചന്ദ്ര. പറഞ്ഞ അപ്പൊ ഇതെന്താ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ആ ഫോട്ടോഷൂട്ടില്ല വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഓക്കെ, ഞാൻ ഈ വീഡിയോ ക്യാമറ ഇവിടെ വെക്കട്ടെ ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ, നീ ഇന്ന് തൊട്ട് എന്റെ തടങ്കലില്ല. നീ മിസ്സിങ് ആണ്. നീ ഇനി XMD-യിലും പോണില്ല, നീ ഹോൾസെയിലും ചെയ്യൂല, നീ റീറ്റെയിലും ചെയ്യൂല, നീ ഒരു മറ്റതും ചെയ്യൂല. ഓക്കെ ഓക്കെ എനിക്ക് എങ്ങനെ മനസ്സിലായില്ല ഒന്നുകൂടി. അതായത് നീ ഇനി എന്റെ കൂടെയാ. അപ്പൊ ചന്ദ്രന്റെ കൂടെ എല്ലായിടത്തും ഞാൻ വരണം. നീ എന്റെ കൂടെ നടക്കും, നീ എന്റെ കൂടെ ജീവിക്കും ഇനി. കേട്ടാ? ബോസന്റെ കൂടെ ഇരിക്കും, ബോസന്റെ കൂടെ ഉറങ്ങും. മനസ്സിലായില്ലേ? ഇനി സോറി. എന്നിട്ട് നീ കോള് വിളിച്ച് നീ പറയും എനിക്ക് കേസും ഇല്ലാന്ന്. ചന്ദ്രനെ ഇപ്പോ ഞാൻ നടക്കണം. ചന്ദ്രനെ വേണ്ടത് എനിക്ക് ജീവൻ വേണല്ലോ. അതിന് പിന്നെ ഞാൻ എന്താട്ടാണ് ഒന്നും കാട്ടായില്ല. അതാ പറഞ്ഞ ഒന്നും കാട്ടായില്ലെന്ന്. ഞാൻ MDMA പഠിക്കുമ്പോ ഒരു സർജറി പിടിച്ചു. വയറ്റി ബോംബ് വെക്കുന്ന ഒരു സർജറി വെച്ചേക്കട്ടാ. ബോംബ് ഇടണം, കള്ളം പറഞ്ഞ വെച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നടക്കാനൊന്നും പറ്റൂല. വേണ്ട 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 ഇറ്റാച്ചി ഇപ്പൊ വേണ്ട. ഇറ്റാച്ചി ഇപ്പൊ വേണ്ട. ഇത്തവണത്തേക്ക് വിട്ടേക്കാണ്. നീ വരല്ലേ? നീ എവനെ ഫോൺ കൊടുത്തേ? തന്നാ നീ ആരുടെ ഫോൺ? എന്റെ ഫോൺ അങ്ങോട്ട് കൊടുക്കണേ. അല്ല, നിനക്ക് ഫോൺ തന്നെ, നീ ഫോൺ എടുത്തോ. എടുത്തോ. ഫോൺ എടുത്തിട്ട് മെസ്സേജ് ചെയ്യില്ല. നീ കാണാൻ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കുത്തി കീറി ഞാൻ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. ഫോൺ എടുത്തോ. എന്താ കേട്ടില്ല? അല്ല, ഫോൺ തന്നിട്ടുണ്ട്, എടുത്തോളാൻ. എന്നിട്ട് നിന്റെ കൂട്ടുകാരല്ലേ ഷാജി, അവനെ വിളിച്ചിട്ട് ഇങ്ങനെ വേണം പറയാൻ, എടാ നാറി ഞാൻ ഇനി നിന്റെ XMD-ലോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ സ്പീക്കർ ഷാജിയുടെ നമ്പർ നിന്റെ ഇല്ലടാ. നിന്റെ വിളിക്കറാ. നിന്റെ ഫോൺ മെസ്സേജിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാവേ. നീ മെസ്സേജിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാവേ. ഷാജി വിളി. ചന്ദ്രൻ പറയാണ്ട് ഒന്നും കാട്ടൂല. നീ ഷാജി വിളി. നീ നമ്പറടാ. ഷാജി വിളിടാ. ഷാജി വിളി. നീ നമ്പർ ഇന്റെ ഉണ്ട്. നമ്പർ എന്നൊക്കെ അറിയാം. നീ ഷാജി വിളി. നീ വിളി വിളി. വേണ്ട എക്സ്റ്റൈലും നീ ചോദിക്കണ്ട. അതെ, ഞാൻ പറഞ്ഞു കളിക്കല്ലേ. ഇന്നലെ കൂടെ മത്തി വിട്ടി. നമ്മുടെ സംസാരിക്കലോടോ. എന്താണ് ഇവിടെ? എന്താ കത്തിയൊക്കെ ഇട്ടേ? നിന്റെ ഫോൺ ഓണല്ല. നിന്റെ ഫോൺ ഓണല്ല. ഓഫാക്കടാ. ഓഫാക്കടാ. മനസ്സിലായില്ല. ഓഫാക്കടാ. നിന്റെ ഫോൺ ഓഫാക്കടാ. ഫ്ലൈറ്റ് മോഡറാ. നീ ആടത്തെ പറഞ്ഞ ഫ്ലൈറ്റ് മോഡറാന്ന്. നീ ആടത്തെ ഫ്ലൈറ്റ് മോഡർ പറഞ്ഞ ഇപ്പൊ നീ പറ്റിക്കണാ നീ എന്നെ? സത്യം ചന്ദ്രൻ ഞാൻ ഒന്നും കണ്ടില്ല. ചന്ദ്രനോട് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി അവനെ ഫോൺ നിലത്തിടാം. ഹലോ ഹലോ, അളിയാ തോലെട്. അളിയാ
തോക്കെടുക്ക. അല്ലെ വിളിക്കില്ലേ? ആ തോലെടുത്ത് ആ അവരെ തോലെടുത്ത് കേറി നീ എവനാരാ അളിയ എന്റെ ജയിൽമേറ്റാ, കേറി ജയിലിലുള്ള കള്ളന്മാരൊക്കെ നീ കൂടെ കൊണ്ട് നടക്കണേ. അളിയ പിന്നെ ചന്ദ്രന്റെ അളിയനോട് മരിച്ചവനാണ് അവൻ. എനിക്ക് അറിയാത്തവൻ എനിക്കൊണ്ട് മരിച്ചെന്നാ എന്തിന്? അളിയനെ പുറത്തിറക്കാൻ അത് ഞാൻ ഇവരെ കൊണ്ട് മേളിൽ ഉന്തിയിട്ട് കൊന്നങ്ങട് ചാകടാന്ന് പറഞ്ഞു. ഇവരായിരുന്നു ഹോസ്റ്റേജ്. ഹലോ, ഒരു 4 പേരെ കൊന്നു പീഡിന്റെ മേളിൽ കൊണ്ട്. വിത്ത് സൂര്യ, വിത്ത് അലീന, എല്ലാരും. പക്ഷെ കുഴപ്പമൊന്നുമില്ല, പോക്കിയാണ് അവര്. ഹോസ്പിറ്റലിൽ ചാടിയതാണ്. എന്റെ ഡാഡിനെ അവര് പിടിച്ചു അതെ. ഇതെന്താണ് കാണിക്കുന്നത്? പറയും, നീ കേക്കും. നിന്റെ കൂടെയുള്ള ആരെങ്കിലും എനിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഞാൻ എല്ലാത്തിനെ കൊന്നുകളയും. ഒരു ദാക്ഷിണ്യം ഉണ്ടാവത്തില്ല കേട്ടാ. എന്നെ കൊണ്ട് വെറുതെ സർജറി ചെയ്യിപ്പിക്കല്ലേ, പറഞ്ഞേക്കാം. ഇറക്കവനെ, അവൻ ഇറക്ക്. നീ ഇപ്പൊ നല്ല സുന്ദര കൊണ്ട് ഡ്രസ് ഇട്ട് വന്നാണ്. അവന്റെ XMD-യുടെ കളസം പോയി. വാ നിക്കർ മാട്ടിക്കോട്ടെ പ്ലീസ്. റിപ്പോർട്ടാ എന്താടാ? എടാ ഒരു സെക്കൻഡ് കേവിലുള്ള ആരെങ്കിലും ഇവിടെ? കേവിലുള്ള മോനുണ്ട് ഇവിടെ. ആര്? സുഖല്ലേ? ഡോക്ടേഴ്സ് ആ സാറേ, എന്താ സംഭവം ഇവിടെ? നമ്മുടെ ഡ്രസ് മാറാന്നേ. പക്ഷേ ഡ്രസ് മാറാൻ വന്നപ്പോ XMD യൂണിറ്റും കൂടെ ആ അവരെ ചുമ്മാ അയാളെ പൊക്ക ഊമ്പി പോലീസിനെ വിളിച്ച് നായിന്റെ മോൻ. ഞാൻ എവിടെ കണ്ണേം എന്നോടല്ലോ ചന്ദ്രൻ പറഞ്ഞ അതിന്റെ അകത്ത് ഇറക്കാൻ. അല്ല, അത് എന്നോടല്ലേ പറഞ്ഞ ബോസ്. എന്താ നീക ഇത്? എന്താടാ ഏബലെ കാണിക്കുന്നേ? ഒരു മിനിറ്റ്, ഇങ്ങനെ പരിപാടിക്ക് നീക ജയിൽ പേറ്റ് പോയി. ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. ഇപ്പൊ വീണ്ടും ജയിലിൽ പോകേണ്ടതാണ്. ജയിൽമേറ്റ് പോയെന്ന് നീകന്റെ ജയിൽമേറ്റ് പോയി. ജയിൽമേറ്റ് പോയി കാലത്ത് ജയിൽമേറ്റ് വരും. എത്ര പേരെ മിറ്റുണ്ടല്ലോ നിന്റെ അച്ഛന്റെ. ഞാൻ ലിറ്റാച്ചിയുടെ പേരെ ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അളിയ പുള്ളിക്ക് നമ്മുടെ പേരൊക്കെ അറിയാം. ഈ ഭരത് സാർ എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത്? എനിക്ക് ഇഷ്ടമല്ല ഈ സാറിന് ഇപ്പോ. അഡ്വിനെ, അതായത് ഞങ്ങള് ഒരു കോസ്റ്റേജിന്റെ അടുത്ത് ഫോണിൽ ഒന്ന് ചെയ്യല്ലേ, നിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും, ഞങ്ങൾ നിന്നെ കുത്തിക്കൊല്ലും, നീ അത് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് മെസ്സേജ് അയക്കല്ലേ, നിനക്ക് കോൾ വിളിക്കാൻ മാത്രമാണ് തന്നേന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഫോൺ കൊടുത്തേ. എന്നിട്ട് അവൻ ചെയ്ത പരിപാടി എന്തെന്നറിയാം അഡ്മിനെ? അവൻ നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തി, പീഡിനെയും അവന്റെ XMD-യിലെ ആൾക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി. അത് തെറ്റല്ലേ? അതും നമ്മള് ഒരുത്തനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അവൻ ഗണ്ണേമിലായിരുന്നു. റോങ് ആണ് പിന്നെ. അല്ലല്ല അഡ്മിനെ, അത് അവനെ നമുക്ക് വലിച്ചു തന്നേ പറ്റത്തുള്ളൂ അഡ്മിനെ. കാരണം ഞാനേ നേരത്തെ വന്നപ്പോഴത്തേക്ക് ഞാനൊരു എസ്കേപ്പ് RP ചെയ്തായിരുന്നു. ആ എസ്കേപ്പ് RP, അതായത് സിറ്റി നേരത്തെ വന്നപ്പോഴത്തേക്ക് പീഡിലെ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ പുറത്തിറങ്ങിപ്പോയി. അന്നേരം അഡ്മിൻ വന്നിട്ട് എന്നെ തിരിച്ചു വലിച്ചിട്ട് കൊടുത്ത്. അതെന്താണ് പാഷ്വാലിറ്റി കാണിക്കുന്നത് അഡ്മിൻ? അഡ്മിന് എന്താ അത് നമ്മുടെ റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ്. നമ്മുടെ റിക്വസ്റ്റ് അല്ല അഡ്മിനെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ RPL സ്പോയിൽ ആവണേ. അപ്പൊ നമുക്ക് അവനെ വലിച്ചു തരണ്ടേ നിങ്ങള്? അവൻ കാരണം ഇപ്പൊ നമുക്കേ സിറ്റുവേഷൻ ആളുണ്ടായിരുന്നു, പക്ഷെ ഫോൺ എടുത്ത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു. ഞങ്ങക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മള് കൊല്ലൂന്ന് പറഞ്ഞ പറഞ്ഞ അവനെ.
നീ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നീ ഇത് ചെയ്താൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കാരെ വിളിച്ചു വരുത്തി. ഒരുത്തർ ഗണ്ണേമനുണ്ടായിരുന്നു. ഗണ്ണേമനായിട്ടാണ് എന്റെ ജയിൽമേറ്റ്. അഡ്മിനെ ആളാരെന്നറിയോ? ആള് XMD-യുടെ പേരെന്തായിരുന്നു? ഒരു നീല ഡ്രസ്സാണ്. ഇല്ല ഞാൻ പറയാം, ഓണിക്സ് ഓണിക്സ് സർക്കാർ സർക്കാർ സിറ്റിയിലെ. പിന്നെ ഹലോ ചന്ദ്ര, സാറേ ഫുഡ് കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചായിരുന്നു. പക്ഷേ ചന്ദ്ര, അതെന്താ പരിപാടി? പുള്ളി വീണ്ടും കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഇപ്പം ജോണിയും ജോക്കിയും പെടുമല്ലോ. അയ്യോ, പുള്ളി എവിടാ? ഞാൻ പുള്ളിയോട് സംസാരിക്കാം. DOJ വന്നു, മെഡിക്കൽ ഡയറക്ടേഴ്സ് ഇടപെട്ടു. കാരണം പുള്ളിയെ ഞങ്ങള് ട്രേസ് ഔട്ട് ചെയ്ത് വന്നു GPS വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തി ചോദിച്ചത്. നമുക്കില്ല, അത് പുള്ളി ചെയ്യാതെ പുള്ളിന്റെ GPS ട്രാക്കർ അറിയില്ല. പുള്ളി ഓൺ ഡ്യൂട്ടിയിലായിരുന്നു ആക്ച്വലി. അതെ സാറേ, പക്ഷെ ഒരാളെ കാണാതെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ജാഥ വരുമോ സാറേ? 10 മിനിറ്റ് അവര് ഒരാൾ കംപ്ലൈന്റ് വന്നു, ഷാജി കംപ്ലൈന്റ് പറഞ്ഞു ബ്ലേഡ് പുള്ളിയെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയിന്ന്. ഓക്കെ, അതിന്റെ ബേസിസിലാണ് ഞങ്ങൾ ട്രേസ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് മെഡിക്കൽ ഡയറക്ടർ ഇവരുടെ പൊസിഷൻസ് ഇവർ നോക്കിയിട്ട് പറഞ്ഞത് പുള്ളി മൂവിങ് ആണ്, പുള്ളി ഈ ലാസ്റ്റ് ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെയാണ് ഞങ്ങൾ വന്നത്. അല്ല സാറേ, ഈ ഷാജി എന്ന് പറഞ്ഞ ഒരാള് കംപ്ലൈന്റ് XMD ഷാജി എന്ന് പറഞ്ഞ ആള്. അപ്പൊ എന്നിട്ട് അല്ല സാർ, ഇയാളുടെ GPS എല്ലാം ഊരിയെടുത്താണല്ലോ നമ്മള്. സാറേ ഞങ്ങളോട് തട്ടിക്കൊണ്ടുപോയി. ഞാനും തട്ടിക്കൊണ്ടുപോയി സാറേ. അത് പ്രശ്നമായിട്ടുണ്ട് ചന്ദ്ര. സാറേ തട്ടിക്കൊണ്ടുപോയി നോക്കണം സാറേ. പക്ഷേ സാറേ ഞാൻ കീഴടങ്ങാൻ പോ സാർ, ഞാൻ കീഴടങ്ങാൻ പോ. ഓക്കെ, ഞങ്ങളിപ്പോ DOJ-ലുണ്ട് എല്ലാവരും. ഓക്കെ, ഞാൻ അങ്ങോട്ട് സാർ. അവനെ വിളി. സംസാരിക്കാൻ ഗ്ലാസ് ഒന്ന് തഴുത്തോ? എനിക്ക് സർക്കാരിനെ വിളിക്കാവോ? ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരു 10 കോടി രൂപ കൊടുക്കാൻ. ഷാജിയാണോ ഇത്? ഇതാരാ ഷാജിയാണോ? ഇത് ഷാജിയല്ലേ? ഷാജി ഉണ്ടോ? ഷാജി ഇരിപ്പുണ്ടോ? ഷാജി ഇല്ലല്ലോ ഇവിടെ. നമ്മളൊക്കെയാണ് പറഞ്ഞോളൂ. പേരെന്താണ്? എന്റെ പേര് ഇറ്റാച്ചി. നിന്റെ പേരെന്താ? ഇതാരായിരുന്നു? ഇത് നിങ്ങളുടെ ടോപ്പല്ലേ? ആണല്ലേ, എല്ലാരും ടോപ്പല്ലേ? ഇത് നിങ്ങൾ 3 പേരിൽ ആരാ ടോപ്പ്? 1 2 3. എന്നാ വെല്ല ഒന്ന് കയറിക്കോ സാറേ, വെല്ല ഒന്ന് വണ്ടി കയറിക്കോ. വെല്ല ഒന്ന് വണ്ടി കയറിക്കോ. വണ്ടി കയറാൻ പറഞ്ഞ നീ വണ്ടി കയറി. നീ എന്താന്ന് ചോദിക്കണം, മനസ്സിലായാ? നീ വണ്ടി കയറാൻ പറഞ്ഞ വണ്ടി കയറാ. വണ്ടി കയറി, നീ വണ്ടി കയറി. ഒന്ന് ഇത് ഈ ഡോക്ടർ കൈ വെക്കണമല്ല ഇത്. കേക്കുന്നുണ്ടാ? ഹലോ, കേക്കുന്നുണ്ടാ? കേക്കുന്നുണ്ടാ? സണ്ണി ഡോക്ടർ ഇതൊന്നും ഉപയോഗിക്കാം. വണ്ടി കയറി. നീ ഡോക്ടർ പ്ലീസ് കം. പറഞ്ഞെ നീ എവിടെ കയറി. നമ്മുടെ കൂടെ ഒരു പയ്യൻ പച്ചമുടി. ഹലോ മച്ചു. അവനിക്ക് എന്തോ എന്നോട് പേഴ്സണായിട്ട് പറയണുണ്ടായിരുന്നു. പിന്നെ പറയല്ലേ കുട്ടി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാ ചന്ദ്രബോസ് തക്കട് വീട്ടിൽ ചന്ദ്രബോസ്. നീ പറ. വണ്ടിയുടെ നമ്പർ KL 65 77 68 എഴുതി പറഞ്ഞുകൊണ്ടു സാറേ. നീ എന്തിനാ അവരെ മുമ്പിക്കുന്നത്? നിനക്ക് മുമ്പിക്കോളൂ ഒറ്റക്ക്. സാറിനെന്താ കേരള ബൈക്ക് ക്ലബ് ഇതുവരെ ഈ XMD-നെ ആരും ഒന്നും ചെയ്തോണ്ടാണോ സാറിന് കേരള ഒരു ബൈക്ക് ക്ലബ് ചെയ്യാൻ പെട്ടെന്ന്? സാറ് ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ ഓഫ് ഡ്യൂട്ടി എടുക്കണം. സാർ ഓഫ് ഡ്യൂട്ടി എടുക്കണം. എടുക്കണം. സാർ എടുക്കണം. സാർ എടുക്കണ്ട. അല്ലെങ്കിൽ
സാറുണ്ടെങ്കിൽ അതിന്റെ സാറുണ്ടെങ്കിൽ ആൾക്കാർ പൊക്കത്തുള്ളൂ. ആ സാറേ റേഡിയോ ഫോണും എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ MDMMA ഒക്കെ പഠിച്ച ആളാണ്. നോക്കിയും കണ്ടൊക്കെ ഇരിക്കണം. സർജറി ചെയ്ത് കളഞ്ഞു. സർജറി ചെയ്ത് വയറ്റിൽ ബോംബ് വെക്കും നമ്മള്. ഉള്ള കാര്യം പറഞ്ഞു. എല്ലാ ട്രാക്കർ സാമാനം എല്ലാം ഞാൻ ഊരിയെടുത്തേ. ബോഡി ക്യാമറ എല്ലാം ഊരിയെടുത്തേ. MDMMA ഒക്കെ പഠിച്ചതാണ്. നോക്കി കണ്ടൊക്കെ വേണം. സാർ GPS ഒന്ന് ഓഫ് ആക്കിയേ. ആണല്ലേ? അപ്പൊ സാർ അകത്ത് പോയി തിരിച്ചു വരുമ്പോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം പുറത്ത്. അപ്പൊ സാർ കറക്റ്റായിട്ട് വരും. സാറേ ബോംബ് വെച്ചിട്ടുണ്ട്. നമ്മുടെ നീ റേഡിയസിന്റെ അപ്പുറം പോയാൽ പൊട്ടും. വയറ് പൊട്ടിച്ചാവും. ആലോചിച്ച് നോക്ക്. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഡ്യൂട്ടി നിൽക്കുന്ന ആളാണ്. എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂല. ഒന്നത്തെ കാര്യം സാറേ നമ്മള് തീരുമാനിക്കും. മനസ്സിലായോ? ഈ പച്ചമുടിക്കാരൻ തീരുമാനിക്കും. സാറ് കേൾക്കും. ഞാനും ചന്ദ്രനും ധാരണറിയോ സിറ്റിയിലെ ടെററിസ്റ്റ് ആണ്. ടെററിസ്റ്റ് എന്താണെന്നറിയോ സാറിന്? ടെററിസ്റ്റ് ഫുൾ ഫോം അറിയോ? അറിയാവോ? ഇത്തവണ ഞാൻ പറഞ്ഞുതരാം. ഇനിയും പറഞ്ഞു തരൂല. ഭീകരനാണ് ഷാജിയുടെ വിചാരം. ഷാജിയാണ് ലോകത്തിലെ ഏറ്റവും ഐക്യമുള്ളതാണെന്ന്. നാറി. ഇത് പുതിയ ഗ്യാങ്സ് ആണ് നമ്മള്. നമ്മള് എന്ത് വേണം എൻജോയ് ചെയ്യും. നമ്മള് ട്രിപ്പിനല്ലേ വന്നേക്കണേ. എൻജോയ്. ഒരു ഡെസേർട്ട് വേണം. കിട്ടിയില്ല. ആരോ കൊണ്ടുപോയി എടുത്തു. എടാ വണ്ടിക്കത്തെ നീ കാലടിച്ചോടിക്കുക. ഫുഡ് വെള്ളം ഞാൻ കൊടുത്തു. ഇനി എന്റെ ഇല്ല കൊടുക്കാൻ. എന്താ വേണ്ട? ഒന്ന് അടിച്ച് ഇത് ഇപ്പൊ തിന്നോണ്ടിരിക്കുക. എന്താ വേണ്ട? വെള്ളമാണ് വേണ്ടേ? ചന്ദ്ര എന്താണിത്? തെറ്റിലോട്ടാണല്ലോ ചന്ദ്രൻ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. സാറേ ഡിയോജയുടെ ഏതെങ്കിലും ഒരു ഓഫീസർ നമ്പർ ഇല്ല സംസാരിക്കാൻ. ഞാൻ അവരെടുത്ത് ഡിയോജയുടെ നമ്പർ എന്റെ ഇല്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സർവീസ് ആപ്പിൽ നിന്ന്. ഞാൻ വിളിക്കാം സാറേ. സാറിന് ബുദ്ധിമുട്ടുണ്ടാക്കൂല. ഞാൻ ഡീൽ ചെയ്യില്ലേ സാറേ? ഇതിപ്പോ എന്തിനാണ് സണ്ണിയെ കിഡ്നാപ്പ് ചെയ്തേ? അതിന്റെ അടുത്ത കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കംപ്ലൈന്റ് ഉണ്ടോ സാറേ അതിന്? എന്താണ് മോക്കിംഗ് ദ PD DOJ ആൻഡ് ദ എൻറ്റയർ സിസ്റ്റം? ഇല്ല സാർ ഒരിക്കലില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ കാര്യം പറയട്ടെ. നിങ്ങളെ പീഡി എന്താ? സാറേ നമുക്ക് MED ഒന്നോ FMV ഒന്നോ ഇല്ല. നമ്മളെല്ലാരും തൂക്കും. നമ്മള് അഡ്മിനെ വരെ തൂക്കും. മനസ്സിലായില്ലേ? വേണ്ടി വന്ന ചന്ദ്രൻ വേണേ തൂക്കും. ഇറ്റാച്ചിനെ തൂക്കും. എല്ലാരും തൂക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് ഇപ്പൊ ശരി തരാം. അതില് വിളിക്കുമ്പോ മിക്കവാറും കോൾ എനിക്ക് തന്നെ ആയിരിക്കും വരുന്നത്. മാറി വിളിക്കണേ. ഹലോ ഇതാരാണ് ഡിയോജയിലെ? ചന്ദ്രനാണോ? അതെ അതെ. എനിക്ക് ഒരു വെള്ളം കൂടെ സംസാരിക്കില്ലല്ലോ. എവിടെ ചന്ദ്ര? ദാഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊക്കയത്തള്ളു. ചുമ്മാ വണ്ടിക്കകത്ത്. ഞാനേ സണ്ണി ഡോക്ടറല്ലേ? സണ്ണി ഡോക്ടറിനടുത്ത് പറഞ്ഞതാ. ഞാനിപ്പോ ഇവിടെ അടുത്തുണ്ട്. ഞങ്ങള് ഈ സണ്ണി ഡോക്ടറിനെ അങ്ങ് തീർക്കാൻ പോവാ. തീർക്കാൻ പോവാ. സാറേ ഞാൻ കാര്യം പറയട്ടെ. ഒരാളെ നമ്മള് നമ്മുടെ കസ്റ്റഡി ഹോസ്റ്റൽ എടുത്ത് കൊണ്ടുപോവാണ്. അന്നേരം നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുറകെ നടന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത്? ഒണിക് സർക്കാരല്ലേ? ഒണിക് സർക്കാർ ഫോണിലാണ്. ഈ ഒണിക് സർക്കാർ ആരാണ്? സർക്കാരാണ് ഐ സിറ്റിയിലെ ഇത്ര ഷോ കാണിക്കാൻ. അവനാണെങ്കിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടാ വന്നത് പോലീസ്. അവന് പറഞ്ഞ മനസ്സിലാവൂല. അവനാര്? ഒരു സെക്കൻഡ് കണ്ടില്ലടാ നീ? നീ വണ്ടി ഇറങ്ങ്. നീ ഇറങ്ങ്. ഇല്ലല്ല നീ ഇറങ്ങ്. അതെ
മത്തി വെട്ടുന്ന കത്തിയായത് പൂളിക്കളെ ഞാൻ പലതവണ പറഞ്ഞു MDMA MDBS നിന്റെ അടുത്ത് കുറെ നേരായിട്ട് പറഞ്ഞല്ല നിനക്കെന്താണ് പറഞ്ഞ മനസ്സിലാവില്ലടാ നിനക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കൊല്ലടാ നിന്നെ കൊല്ലടാ തീർക്കടാ നിനക്ക് എന്തൊക്കെ വേണ്ടേ? വെള്ളം വേണം, ഫുഡ് വേണം, ഹെൽത്ത് വേണം. കൊക്കോ പാമ്പാണ് നിന്റെ വയറ്റിൽ കിടക്കണത്. നീ ചോദിക്കണ്ട. നിന്റെ വാക്കകത്ത് 4 ബർഗർ കയറിയല്ലോ നിന്റെ തൊണ്ട കറിയത്തുള്ളൂ. നിന്റെ സഹോദരന്റെ അരി അടിയടാ, തന്നില്ല അടി അടി അടി. കഞ്ചാവ് തരും അതടിച്ചാ മതി, മനസ്സിലായി? ഇനി മുതൽ നീ ഒരു കഞ്ചാവ് ഉപയോക്താവാണ്. യൂസ് ചെയ്യാറില്ല സാർ, എങ്കിലൊന്നും പറയില്ലേ. കേട്ടോ വണ്ടിയിൽ തരും. കെറ കെറ വണ്ടിക്ക് നമ്മളെ നിനക്ക് അറിയില്ല, നമ്മള് വെറും തറകളാ, വെറും തറകൾ. ആ ഫ്രണ്ടിരിക്കണേ കണ്ടോ, തത്തറാണ് അവൻ. പറയുന്ന കേട്ടില്ല ബോസണ്ണ. ഏബിളെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല ഇറ്റാച്ചി, എന്റെ പേര് ഇറ്റാച്ചി. മറ്റേ അല്ല അറിഞ്ഞ നീ എന്ത് ചെയ്യും നമ്മളെ? ഏതവനോ ഏറ്റവും അടുത്ത ഫ്രണ്ട് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. നീ ആ ഓണിക്സ് സർക്കാർ നമ്പറിങ് അതാണ്. എനിക്കറിയത്തില്ല അവനെ, ഞാൻ പുതിയതായിട്ട് ഇവനെ കൊന്നാലടാ. സണ്ണി നീ മറ്റേ പീഡി അല്ലല്ലോ, EMS ന്റെ ഹെഡ് അല്ലേ? നമ്പർ ഇട്. നിനക്ക് ഷാജിന്റെ നമ്പർ ഷാജിരെ എനിക്കറിയാവുന്ന ഒരു പെൺകൊച്ചിന്റെ നമ്പർ. അല്ലല്ല ഷാജി നിനക്ക് ഇവിടെ വെച്ചടാ. എടാ ഷാജി നമ്പർ ആണോ ഷാജിയുടെ? ഇല്ല ഞാനും അവനോട്ട് അത്ര നല്ല ഇതിലല്ല. അവനൊരു നാറിയല്ലേ? നാറിയൊന്നും അല്ല, പക്ഷെ അവൻ ശരിയല്ല. എന്നാലും അവനൊരു നാറി സ്വഭാവം ഇല്ല അവന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ല. ഇടയ്ക്കൊന്ന് ഞങ്ങൾ ഉടക്കും, അത് ഹോസ്പിറ്റലിൽ തറക്കം പറഞ്ഞു. ചെള്ളയടിച്ച് കറക്കണ്ടേ അവന്റെ? ഇവൻ എന്തോ കുത്തി എടുക്കുന്ന ടൈമില് നമുക്ക് ഫുഡ് കിട്ടും. ഈ ഫുഡ് ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഒളിപ്പിക്കും. അവൻ കുത്തിയിരുന്ന് തിന്നുവാന്ന് എനിക്ക് തരത്തില്ല. നീ നോണ്ടി ഇറങ്ങി ആദ്യം. ഈ വണ്ടിക്ക് എണ്ണ വന്ന് ഷോ കാണിക്കാൻ. എന്താ അടിച്ചാലോ? പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞാല് എനിക്ക് കാർ ഓടിക്കേണ്ടി. നീ അയ്യോ നീ വണ്ടിക്കാരല്ല, വണ്ടിക്കാരെ തന്നെ വെടിച്ചു. നീ പെട്രോൾ അടി. ഹലോ എന്ത് പറ്റാൻ? ഇൻവെസ്റ്റിഗേറ്റ് പോലീസാ നീ ഇറങ്ങി ഇങ്ങോട്ട് വന്നാണ് കൈ പൊക്കിയാണ്. വിത്ത് വണ്ടി വിത്ത് പലതവണ പറഞ്ഞ വൈറ്റ് ആവശ്യമില്ലാത്ത വണ്ടി പെട്രോൾ കയറി കാണത്തില്ല. അല്ല പെട്രോൾ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അടിച്ച് കൊന്നാളെ നിന്നെ. അല്ലല്ല അമ്മ ഇറക്കി സൈഡിൽ കേട്ടെ. ഇല്ല അമ്മ സൈഡിൽ കയറി തിരിച്ചാ പമ്പിലോട്ടൊന്ന് പോകുമ്പോ മറ്റേ യു ആർ ഫാർ ഫ്രം ദി പമ്പ് കാണിക്കുന്നു. പറഞ്ഞല്ലേ ബഗ് ഇല്ല അത് ബഗ്ഗാണ്. റീലോ കിട്ടാതെ നീ വഴിയില്ല. പൊക്കോ എന്തായാലും പോട്ടെ മറ്റേ ടർഫിലോട്ടെ മണി ടർഫ് പോട്ടെ. ഇവരെ കൊണ്ട് അവന് വേണം, നമ്മുടെ കയ്യിൽ നിന്ന് പോയവനെ വേണം. നീ ഇപ്പറില്ല പഠിക്കല്ലേ വെക്കടാ. അത് നമുക്കറിയാം, നിങ്ങൾക്ക് അടിക്കാൻ പറ്റൂല കേട്ടോ. എല്ലാത്തിനും പിടിച്ചാത്തിരല്ലേ നമ്മളോടാ കളി. ഇടിക്കുമ്പോ എനിക്ക് ദേഹത്ത് വേദന എടുക്കുന്നു. പ്രാന്താക്കല് പ്രാന്തന്മാരോടെ കളിച്ചു, പ്രാന്തന്മാരോട്